ഇതൊക്കെ എന്ത് വലിപ്പുള്ള ചെമ്മീനാണെന്ന് നോക്കി. വെറും ചെമ്മീനല്ല, ടൈഗർ പ്രോൺസ് ആണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞെങ്കിൽ കാരച്ചെമ്മീൻ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കടയിൽ 400 രൂപയുടെ ടൈഗർ പ്രോൺസ് മുതൽ 650 രൂപയുടെ ഏറ്റവും വലിപ്പമുള്ള ടൈഗർ പ്രോൺസ് വരെ ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെങ്കിൽ മീൻ കുറവായിരുന്നു. വിഷുവിൻ്റെ പിറ്റേ ദിവസമാണല്ലോ, അതായത് പണിക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കടയിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്ന മീൻ എന്ന് പറഞ്ഞെങ്കിൽ അത് ഈ കാളാഞ്ചി തന്നെയായിരുന്നു. അതും ഇന്ന് നമ്മുടെ കടയിൽ വന്ന ഒട്ടുമിക്ക കസ്റ്റമേഴ്സിന് ലൈവായി തന്നെ നമ്മുടെ കാളാഞ്ചിയെ, അതായത് നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്ന് പിടിച്ച് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഈ കാളാഞ്ചികളെല്ലാത്തും. അതും എല്ലാവർക്കും പറ്റിയ സൈസിലുള്ളത്. ഏകദേശം 800 ഗ്രാം മുതൽ 1.5 കിലോ താഴെ, അല്ലെങ്കിൽ 1.5 കിലോ ഏകദേശം തൂക്കം വരുന്ന കാളാഞ്ചികളൊക്കെ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നിട്ടാ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഈ കാണുന്ന പോലത്തെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചൂടഞ്ഞ മീൻ, അതായത് നമ്മളെ അച്ചാറൊക്കെ ഇടൂലേ. അതായത് നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്ന ചെമ്മീൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ചൂടഞ്ഞ മീനാണ്. അതും അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ അത്രയ്ക്കും ബെറ്ററാണ്. അപ്പോൾ ഈ സൈസ് വരുന്ന ചെമ്മീൻ നമ്മൾ ഇന്ന് 240 രൂപ ആയിരുന്നിട്ട് വിറ്റത്. അതുകൂടാണ്ട് നമ്മുടെ കടയിൽ ഇന്ന് ഈ കാണുന്ന പോലത്തെ അത്യാവശ്യം വലിപ്പമുള്ള കല്ലുമ്മക്കായ ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കടയിൽ അടുപ്പിച്ചത് ഈ കല്ലുമ്മക്കായ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ വില എന്ന് പറയണമെങ്കിൽ കിലോയ്ക്ക് 200 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ചെമ്മീൻ്റെ കാര്യമായതുകൊണ്ട് പല വലിപ്പത്തിലുള്ള ചെമ്മീൻ അന്വേഷിച്ച് പല ആൾക്കാർ വരാറുണ്ട്. അതായത് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ വലിപ്പത്തിലുള്ള അച്ചാറിടാനായിക്കോട്ടെ, അല്ലെങ്കിൽ കറി വയ്ക്കാനായിക്കോട്ടെ, റോസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അതായത് ചിലർ അച്ചാറിടാനായിട്ട് ഏറ്റവും വലിപ്പമുള്ള ചെമ്മീൻ അന്വേഷിച്ച് വരാറുണ്ട്, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച പോലെയുള്ള ചൂടൻ ചെമ്മീനൊക്കെ അന്വേഷിച്ച് വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇടയിൽ ചൂടൻ ചെമ്മീൻ കഴിഞ്ഞിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ ഇന്ന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെങ്കിൽ ഇളനാരൻ 260 രൂപയുടെ ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 280 ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് കിള്ളുന്ന ചെമ്മീൻ, നമ്മുടെ അനിത ചേച്ചിയും അംബിക ചേച്ചിയും കിള്ളുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞെങ്കിൽ 320 രൂപയുടെ ചെമ്മീനാണ് നമ്മുടെ അനിത ചേച്ചിയും അംബിക ചേച്ചിയും കൂടി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് പറഞ്ഞാൽ ഒരു 6 കിലോത്തിൻ്റെ ഓർഡറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വന്നിട്ട് അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ചെമ്മീൻ സെലക്ട് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇവരുടെ കയ്യിലോട്ട് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് ഞണ്ടിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കുറവായിരുന്നെങ്കിൽ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞണ്ട് ഇങ്ങനെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കടയിൽ 200 രൂപയുടെ ഞണ്ട് ഇന്ന് വളരെ കുറവായിരുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ കടയിൽ 200 രൂപയുടെ മുതലുള്ള ഞണ്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് 200 രൂപയുടെ ഞണ്ടിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ കടയിൽ ഇന്ന് 300 രൂപ മുതലുള്ള ഞണ്ടായിരുന്നിട്ടുണ്ടായത്. പിന്നെ ഇന്നലെ തെള്ളിച്ചെമ്മീൻ വീഡിയോ ഇട്ടപ്പോൾ തെള്ളിച്ചെമ്മീൻ അന്വേഷിച്ച് കുറേ പേര് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തെള്ളിച്ചെമ്മീൻ നിർഭാഗ്യവശാൽ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ ചൂടൻ ചെമ്മീനും ഇളനാരനൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ സ്ഥിരമായിട്ട് ഈ കാണുന്ന പോലത്തെ കല്ലുമ്മക്കായ അവൈലബിൾ ആണ്. ഇത് ഈ ഒരു സൈസ് വരുന്ന കല്ലുമ്മക്കായ നമ്മളിപ്പോൾ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ 200 രൂപ കണ്ട. അങ്ങനെ നമ്മുടെ അനിത ചേച്ചിയും അംബിക ചേച്ചിയും സീതമ്മയും കൂടി ചെമ്മീൻ ഉള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ചാക്കോച്ചേട്ടനെ ഏതൊരു മീൻ നന്നാക്കാനായിട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് വറ്റയായിരുന്നു. 3 വറ്റയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ ഒക്കെ സൈസ് വരുന്ന വറ്റയായിരുന്നു. അപ്പോൾ വറ്റയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള പല മീനുകളിൽ വെച്ചിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നന്നാക്കാനായിട്ട് പറ്റുന്ന ഒരു മീനാണ് വറ്റാട്ട. അതായത് സാധാരണ ഈ കാണുന്ന പോലത്തെ ഒരു കത്രികയും ഒരു സാധാരണ പിച്ചാത്തി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ചെറിയ കത്തിനൊക്കെയാണ് ഈ പിച്ചാത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ. അതേപോലത്തെ ഒരു കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ മുറിക്കാനൊക്കെ പറ്റും. അതായത് കാളാഞ്ചി ഹമൂറൊക്കെ വെട്ടുന്ന പോലത്തെ വലിയ കത്തികളൊന്നും ഇതിന് വേണ്ട. നമുക്ക് സാധാരണ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടമ്മമാർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ് ഈ വറ്റ എന്ന് പറഞ്ഞെങ്കിൽ. കൂടാതെ ചെതുമ്പൽ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെതുമ്പലായിരിക്കും. അതായത് നമുക്ക് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വടിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെതുമ്പലൊക്കെ ഈസി ആയിട്ട് പോരുന്ന ഒരു മീനാണ് വറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സൈസുള്ള വറ്റ നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞെങ്കിൽ കിലോയ്ക്ക് 460 രൂപയ്ക്കാണ്. നോക്കി, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള നല്ല വറ്റയാണ്. വറക്കാനായാലും വറ്റിക്കാനായാലും വെക്കാനായാലും പാൽക്കറിക്ക് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മീൻ വറ്റയാണ്. അപ്പോൾ കുറേ പേര് വറ്റ അന്വേഷിച്ച് വരാറുണ്ട് നമ്മുടെ. അങ്ങനെ ഞാൻ ജസ്റ്റ് കണ്ട് എന്നിങ്ങനെ ആലോചിക്കുന്ന നേരം കൊണ്ട് ചാക്കോച്ചേട്ടൻ പരിപാടിയൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കടയിൽ നിന്ന് മീനിൻ്റെ അവൈലബിലിറ്റി ഇത്തിരി കുറവായിരുന്നു. വിഷുക്കായതുകൊണ്ട് പണിക്കാരങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക് യു സോ മച്ച്.